എറണാകുളത്ത് പെറ്റി കേസ് തട്ടിപ്പ് നടത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പോലീസ് പരിശോധന. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശാന്തിനി കൃഷ്ണന്റെ ഈസ്റ്റ് മാറാടിയിലെ വീട്ടിലാണ് പരിശോധന നടന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുകയാണ്. പറയൂ ലാൽകൃഷ്ണൻ. 16 കോടി രൂപയുടെ തട്ടിപ്പ്, 16 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏകദേശം 2018 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ പെറ്റി കേസിൽ ഫൈൻ അടച്ച തുകയിൽ തട്ടിപ്പ് നടത്തി എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത്. പ്രാഥമിക എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി പറയുന്നത്. എന്നിരുന്നാൽ പോലും സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയോ എന്ന കാര്യത്തിലടക്കം വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട്. എങ്ങനെ ഇത്തരത്തിൽ വ്യാജ രസീതുകളടക്കം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏത് രീതിയിൽ രസീതുകൾ കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കാൻ പറ്റി, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള പരിശോധന. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ പരിശോധനയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ കണ്ടെത്തിയാൽ അത് ഈ കേസിന് മുൻതൂക്കം നൽകും എന്നുള്ളതാണ് ഇവർ കണക്കുകൂട്ടുന്നത്. പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മൂവാറ്റുപുഴ സബ് ഡിവിഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് മൂവാറ്റുപുഴ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഇവർക്ക് പരിചയമുള്ള ആളുകളുടെ വീടുകളിലോ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് ഈ പരിശോധനയോടെ വ്യക്തമാക്കാനുള്ളത്. ഇത് കേസിന് വളരെ നിർണായകമാകും എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നതും സംസ്ഥാന വ്യാപകമായി പരിശോധിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. ഓക്കെ.